ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. പാലിയേറ്റീവ് പരിചരണം ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് പദ്ധതി അവതരിപ്പിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളം പാലിയേറ്റീവ് പരിചരണ രംഗത്ത് നടത്തുന്ന സുപ്രധാന ഇടപെടലുകളിലൊന്നാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. നവകേരളം കർമ്മ പദ്ധതി 2 ആർദ്രം മിഷനിലെ 10 പ്രധാന പ്രവർത്തന മേഖലകളിലൊന്നാണ് പാലിയേറ്റീവ് കെയർ. ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയ സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പ്രകാരമാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ചത്. പദ്ധതിയിലൂടെ കിടപ്പിലായ ഓരോ രോഗിയുടെയും സമീപ പ്രദേശത്ത് പരിശീലനം ലഭിച്ച ഒരു സന്നദ്ധ പ്രവർത്തകന്റെ സേവനം ഉറപ്പാക്കുന്നുണ്ട്. ഇതിനായി എല്ലാ ജില്ലകളിലും പാലിയേറ്റീവ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതിനു പുറമെയാണ് സാന്ത്വന പരിചരണം ഏകോപിപ്പിക്കുന്നതിന് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പാലിയേറ്റീവ് പരിചരണം നടപ്പിലാക്കി വരുന്നത്. ഇന്ത്യയിൽ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന കേരളത്തിന് മറ്റൊരു പൊൻതൂവലാണ് പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആധാർ വിവരങ്ങൾ കണ്ടെത്തുന്നതിനായും അവ പരിശോധിച്ച് ഉറപ്പാക്കുന്നതിനും ഇനി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൂടി അനുമതി. ഇത് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. നിലവിൽ സർക്കാർ വകുപ്പുകൾ, മന്ത്രാലയങ്ങൾ, ടെലികോം, ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അനുമതിയുള്ളത്. ഇത് സംബന്ധിച്ച ഭേദഗതി ചട്ടം നേരത്തെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. പൊതുജനങ്ങൾക്ക് ആധാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം അറിയിച്ചു. നൂതന സംരംഭങ്ങൾ, വിജ്ഞാപനം, പൊതുസേവനം മെച്ചപ്പെടുത്തൽ എന്നിവയിൽ അധിഷ്ഠിതമായുള്ള വിവിധ ആധാർ അധിഷ്ഠിത സേവനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. സേവനദാതാക്കൾക്കും ഗുണഭോക്താക്കൾക്കും ഒരുപോലെ വിശ്വാസ്യത ഉറപ്പാക്കുന്ന തരത്തിലാണ് ചട്ട ഭേദഗതി. ആധാർ ഒതന്റിക്കേഷൻ ഭേദഗതി ചട്ടങ്ങൾ 2025 എന്ന പേരിലാണ് ചട്ട ഭേദഗതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വടക്കൻ കേരളത്തിൽ ലുലുവിന്റെ പുതിയ പ്രോജക്റ്റുകൾ വരുന്നു. കാസർഗോഡും കണ്ണൂരും ലുലുവിന്റെ പുതിയ പ്രോജക്റ്റുകൾ എത്തിയേക്കുമെന്നാണ് സൂചന. കാസർഗോഡും കണ്ണൂരും ലുലുവിന്റെ പുതിയ പ്രോജക്റ്റുകൾ എത്തുന്നത് വടക്കൻ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയേക്കും. ഇപ്പോൾ കോഴിക്കോട് മാത്രമാണ് ലുലു മാൾ ഉള്ളത്. മലപ്പുറത്തെ മാൾ കൂടാതെ മിനി പ്രോജക്റ്റുകൾ കണ്ണൂരും കാസർഗോഡും വന്നേക്കും. വടക്കൻ കേരളത്തിൽ പുതിയ പ്രോജക്റ്റുകൾ എത്തുന്നത് ലുലുവിൽ തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ സാധ്യത നൽകും. കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 5000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിലാണിത്. പുതിയ നിക്ഷേപം കൂടെ വരുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപകരിൽ ഒന്നായി ലുലു ഗ്രൂപ്പ് മാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ 133 കോൺസ്റ്റബിൾ തസ്തികകളിൽ ഒഴിവ്. 10ാം ക്ലാസ് വിജയിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ ഏപ്രിൽ 4 അവസാനിക്കും. ജനറൽ OBC വിഭാഗങ്ങൾക്ക് 100 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ സ്ത്രീ വിഭാഗങ്ങൾക്ക് ഫീസില്ല. അപേക്ഷ നൽകാനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സും പരമാവധി പ്രായപരിധി 23 വയസ്സുമാണ്. ചട്ടപ്രകാരം പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ്.